ഹായ് ഹലോ. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ കൃത്യമായ സ്വാഗതം. ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ എല്ലാ വൃക്ഷലതാദികളും പ്രൊഡ്യൂസേഴ്സാണ്. എന്ന് പറഞ്ഞാൽ അവ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ ഭക്ഷണം കഴിക്കുന്നു. നമ്മളൊക്കെ കൺസ്യൂമേഴ്സാണ്. പ്ലാന്റ്സിന് മാത്രമേ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഇത്. ഒരു പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഈ പൊടി, ഇത് കപ്പപ്പൊടിയാണ്. വെള്ളു കപ്പപ്പൊടി എന്ന് പറയും. അതായത് കപ്പ വാട്ടാതെ വെറുതെ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണങ്ങി അത് തരങ്ങ് പുട്ടുപൊടിയുടെ പാകത്തിന് പൊടിച്ചെടുത്ത വെള്ളു കപ്പപ്പൊടി. ഇത് വെച്ചാണ് പുട്ടുണ്ടാക്കുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഇത് തന്നെ ഉണ്ടാക്കാം. വേറെ ക്യാരറ്റ്, നമ്മൾ ഹൈഡ്രോപോണിക്സ് വരെ വെച്ചിരുന്നതാണ്, ഒരു മാസം മുമ്പ് വെച്ച ക്യാരറ്റാണ്. ഈ ക്യാരറ്റ് ചേർത്തും ഉണ്ടാക്കാം. അപ്പോൾ കപ്പപ്പൊടി കൊണ്ട് മാത്രമായും കപ്പപ്പൊടിയും ക്യാരറ്റും ചേർത്ത് എങ്ങനെയാണ് ചിരട്ടപ്പുട്ടുണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിന് ഇനി ആവശ്യമുള്ളത് സ്വല്പം ജീരകം വേണം, ഉപ്പ് വേണം, തേങ്ങ വേണം. ഇത്രയും സാധനം വെച്ച് ഈ പൊടി മാത്രം ഉപയോഗിച്ചുള്ള ചിരട്ടപ്പുട്ടും ഇത് രണ്ടും ഉപയോഗിച്ചുള്ള ചിരട്ടപ്പുട്ടും കാണിക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെള്ളുകപ്പയുടെ പൊടി കുതിർത്ത് പുട്ടുണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഒന്ന് ക്യാരറ്റ് ചേർത്തത്, ഒന്ന് ക്യാരറ്റ് ചേർക്കാത്തത്. വെള്ളുകപ്പയുടെ പൊടി ഇത് ക്യാരറ്റ് ചേർത്ത് ഉണ്ടാക്കിയത്. ക്യാരറ്റ് ചേർത്ത് ഇത് നമ്മൾ മിക്സിയിൽ അതൊന്ന് വൈബ്രേറ്റ് ചെയ്യിക്കണം. ഒന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതേ പരുവത്തിലായി കിട്ടും. ഇത് ക്യാരറ്റ് ചേർക്കാത്ത വെള്ളുകപ്പ പൊടി. ഇനി ഇത് തേങ്ങ ചേർത്ത് സ്റ്റീം ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് നമ്മുടെ ചിരട്ടപ്പുട്ടുണ്ടാക്കാം. ചിരട്ടപ്പുട്ടിന് വേണ്ടി തേങ്ങ ഇടുന്നു ആദ്യം. വീണ്ടും ക്യാരറ്റ് ചേർക്കാത്ത കപ്പപ്പൊടി ഇടാം. ക്യാരറ്റ് ചേർക്കാത്ത കപ്പപ്പൊടി ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിലോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് കുക്കറിലോട്ട് സ്റ്റീം ചെയ്യാൻ വയ്ക്കുന്നു. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതേ സമയം കുക്കറിൽ ഇത് വേകുന്ന സമയത്ത് രണ്ട് ബുൾസൈ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇന്നത്തെ കപ്പപ്പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ മീൻകറിയുണ്ട്, പിക്കിളുണ്ട്, നല്ല ഞാലിപ്പൂവൻ പഴമുണ്ട്. ഇനി മുട്ട ബുൾസൈ കൂടെ ഉണ്ടാക്കാം. ഒരു സെക്കൻഡ് കൊണ്ട് ആവി കയറി കഴിഞ്ഞു. ആവി കയറിയ ചിരട്ടപ്പുട്ട് തീയൊന്ന് സിമ്മിൽ വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. കാണാലോ, നല്ല സുന്ദരൻ ചിരട്ടപ്പുട്ട്, കപ്പപ്പുട്ട്. ഇനി അടുത്തതായിട്ട് ക്യാരറ്റ് ചേർത്തുണ്ടാക്കിയ ചിരട്ടപ്പുട്ടുണ്ടാക്കാം. അതിനു വേണ്ടി ആദ്യം ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിലോട്ട്
ഇനി ചില്ലിട്ടതിന് ശേഷം ചില്ലിൻ്റെ മുകളിലായിട്ട് തേങ്ങ നിറയ്ക്കുന്നു. വീണ്ടും ക്യാരറ്റ് മിശ്രിതം, കപ്പപ്പൊടി, ക്യാരറ്റ് ചേർത്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടി നിറച്ചു കുക്കറിൻ്റെ സ്റ്റീമറിലോട്ട് വെച്ച് കഴിയും. ക്യാരറ്റ് പുട്ട് വെന്തുകൊണ്ടിരിക്കുന്നു, റെഡിയായി കഴിഞ്ഞു. ഇത് കണ്ടോ, കപ്പപ്പുട്ട് ക്യാരറ്റ് ഇല്ലാത്തതും അതിന് തിന്നാനായി കൂട്ടിച്ചേർത്ത് കഴിക്കാനായിട്ട് ബുൾസൈ റെഡി. ഇതൊരാളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്ത ബുൾസൈ മറിച്ചിട്ടതാണ്. ഇവിടെ രണ്ടാളേ ഉള്ളൂ, രണ്ടാൾക്ക് രണ്ട് ഇഷ്ടമാണ്. എനിക്ക് ബുൾസൈ അതിൻ്റെ ഒലിച്ചിരിക്കുന്ന ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ മറിച്ചിട്ട ബുൾസൈയാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, സുന്ദരൻ ക്യാരറ്റ് പുട്ട് കാണാലോ. ക്യാരറ്റ് കപ്പപ്പുട്ട് എത്ര എളുപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ക്യാരറ്റ് കപ്പപ്പുട്ട്, പഴം ചേർത്ത് കഴിക്കാം, ബുൾസൈ ചേർത്ത് കഴിക്കാം. നല്ല മീൻകറിയും റെഡി. മീൻകറി ചേർത്തോ, ബുൾസൈ ചേർത്തോ, പഴം ചേർത്തോ കഴിക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. കാരണം വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്നതും നല്ല സ്വാദിഷ്ടവും എന്നാൽ പോഷക സമ്പൂർണവുമാണ്. ഇതിനകത്ത് ഒരു കലർപ്പും ഇല്ല. കാരണം യാതൊരു വിധ മായങ്ങളും ചേർക്കാത്തതും അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത നല്ല ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ ദിവസം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.